അച്ഛന് രക്ഷകരായി 5 വയസ്സുകാരൻ മകൻ. പുതുപ്പള്ളി പയ്യപ്പാടി സ്വദേശികളായ മീനുവിന്റെയും അനുവിന്റെയും മകനായ ജോർദാൻ ആണ് പ്രായത്തെ മറികടന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി. കഴിഞ്ഞ കുറേ ദിവസമായി കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച്, റാഗിങ്ങിനെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വാർത്തകൾ നൽകുന്നത്. അവിടെയാണ് ഒരു ജീവൻ രക്ഷിക്കേണ്ട സമയത്തെക്കുറിച്ച് കൊച്ചുകുഞ്ഞ് തിരിച്ചറിയുകയും അതിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നത്. അച്ഛൻ്റെ പ്രതികരണത്തിലുണ്ട്, അകത്തുനിന്ന് പൂട്ടിയിട്ടിരുന്നു മകനെ എന്ന്. ആ പൂട്ട് തുറന്ന് പരിസരവാസികളെ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും കുഞ്ഞിന്റെ ഇടപെടൽ നിർണായകമായ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കുറ്റിയിട്ട വീട്, അതായത് ഈ കുട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറ്റിയിട്ട് പൂട്ടിയിരുന്നത്. അത് ഒരു കസേര വലിച്ചിട്ട് അത് തുറന്ന ശേഷമാണ് ഈ കുഞ്ഞു അടുത്തുള്ള 2 വീട്ടുകാരെ വിവരം അറിയിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് ആ വെള്ളം അച്ഛന്റെ മുഖത്ത് തളിക്കുന്ന നിലയുണ്ടാകുന്നു, ശരീരം തുടയ്ക്കുന്നു. ഇതെല്ലാം അമ്മ ഒരു പഴയ നേഴ്സാണ്, കുറെ വർഷമായിട്ട് നേഴ്സിംഗ് ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ വീട്ടിലുള്ളവരെ പരിചരിക്കുന്നതൊക്കെ കണ്ട് കുഞ്ഞിനും ഇതിനോടൊരു താല്പര്യം തോന്നുകയാണ്. അഭിലാഷ് എടുത്തു പറയുന്നത് 5 വയസ്സേ ഉള്ളൂ, UKG മാത്രം പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ജോർദാൻ, അവരുടെ എല്ലാം പ്രിയപ്പെട്ട ജോക്കൂട്ടൻ. ആ ജോക്കൂട്ടനാണ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ളതാണ്. തീർച്ചയായും അതിനങ്ങനെ തോന്നുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയുള്ള ഒരു കാഴ്ചയാണ്, പ്രതീക്ഷയുള്ള ഒരു വാർത്ത തന്നെയാണ്. അതിന് അമ്മ തന്നെ ചൂണ്ടിക്കാണിച്ചത്, ഞാനൊരു നേഴ്സാണെങ്കിൽ പോലും പെട്ടെന്ന് സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ജോക്കൂട്ടൻ ഈ സംഭവിക്കുന്ന സമയത്തെല്ലാം അച്ഛനെ രക്ഷിക്കണം, അച്ഛന് അപകടം പറ്റി എന്ന ചിന്ത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അയൽവാസിയായ MC വർഗീസ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. പക്ഷെ അതിനുശേഷം ജോക്കൂട്ടൻ അല്പം വിഷമമൊക്കെ ഉണ്ടായി. അതായത് ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അയൽക്കാരെയൊക്കെ വിളിച്ച്, അയൽക്കാരാണ് ആദ്യം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ നോക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ആംബുലൻസ് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ആശുപത്രി, പുതുപ്പള്ളി ആശുപത്രി ഉള്ളത്, പള്ളിക്ക് സമീപത്തുള്ള പാറേട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിന് മുന്നോടിയായി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് തീർച്ചയായും അമ്മയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന അതാണ്. പൊതുവെ മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കാത്ത, അവരെ ഉപദ്രവിക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു കാലമാണ്. അവിടെയാണ് ഈ ജോക്കൂട്ടന്റെ കാഴ്ച ഒരു പ്രതീക്ഷ നൽകുന്ന കാഴ്ചയായി മാറുന്നത്. ആ നിലയിൽ കൂടിയാണ് നമ്മൾ ഈ വാർത്ത എടുക്കണം, അവതരിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അഭിലാഷ്, തീർച്ചയായും മാതൃകയാക്കേണ്ട ഒരു ഇടപെടൽ തന്നെയാണ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്.